യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ നാടിൻ്റെയൊക്കെ പ്രിയങ്കരനായ MLA-യും മന്ത്രിയുമായ സഖാവ് VN വാസവൻ അവർകൾ, വേദിയിലുള്ള ഏറ്റവും ബഹുമാനരായ ശൈലജ ടീച്ചർ അടക്കമുള്ള MLA-മാർ, ജനപ്രതിനിധികൾ, എൻ്റെ സഹപ്രവർത്തകൻ സുനീർ MP അടക്കമുള്ള ജനപ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നല്ലവരായ നാട്ടുകാരെ, സ്നേഹിതരെ, ഇന്ന് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ഈ പ്രദേശത്തെ എല്ലാം ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ പന്തലിൽ ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് പുറത്ത് ഒരു ജനസാഗരമായിട്ടാണ് ഞാനിവിടെ നിന്ന് കാണുന്നത്. ആമുഖമായി പറയട്ടെ, ഏറ്റുമാനൂർ നടക്കുന്ന ഈ വികസന മുന്നേറ്റ ജാഥയുടെ ഈ സമ്മേളനം അതിഗംഭീരമായിരിക്കുന്നു, ഉജ്ജ്വലമായിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം ചെല്ലുന്നു, എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. നമ്മൾ ഇവിടെ സൂചിപ്പിച്ച് കാണും, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ആ 5 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി കടന്ന് ഇന്നലെ കോട്ടയം ജില്ലയിൽ പ്രവേശിച്ച് ചങ്ങനാശ്ശേരിയിലും കോട്ടയം നിയമസഭാ മണ്ഡലം പൂർത്തിയാക്കി, പുതുപ്പള്ളി നിയോജക മണ്ഡലം പൂർത്തിയാക്കി ഏറ്റുമാനൂരിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതിന് ശേഷം കടുത്തുരുത്തിയിലെ നിയമസഭാ മണ്ഡലത്തിൽ കുറവരങ്ങാട്ടും വൈക്കത്തും ചെന്നെത്തേണ്ടതുമുണ്ട്. നമ്മൾ 140 നിയമസഭാ മണ്ഡലത്തിൽ കൂടി 3 മേഖലകളായി തിരിച്ചുകൊണ്ട് നമ്മുടെ ജാഥ കടന്നു പോവുകയാണ്. ഇവിടെയെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ടും കഴിഞ്ഞ 5 വർഷം കൊണ്ടും നമ്മൾ നേടിയ നേട്ടങ്ങൾ ജനങ്ങളിൽ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് അതിനപ്പുറം ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി ഇനി അടുത്ത 5 വർഷം ഭരണത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിലയിരുത്തുവാനും ഫലപ്രദമായി നമ്മുടെ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് കൊണ്ട് എത്തിക്കുവാനും കൂടിയാണ് ഈ സമ്മേളനം നടത്തുന്നത്. ഈ സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ബഹുമാന്യരായ നേതാക്കന്മാർ, എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ വളരെ ദീർഘമായി കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. സാധാരണ രീതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ പ്രാദേശികമായ വികസന കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറില്ല. പൊതുവേ ഉള്ള കാര്യങ്ങളാണ് എല്ലാവരും സംസാരിച്ചു പോകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ പക്ഷേ പ്രാദേശികമായ പാലായിലെ എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ മണ്ഡലത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം എന്ന നിലയ്ക്ക് എത്രയോ വികസന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ എനിക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് MLA എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും ശ്രീ VN വാസവൻ നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുവാനും തൊട്ട് കാണിക്കുവാനും നിരവധി വികസന പദ്ധതികൾ, പറഞ്ഞാ തീരാത്ത രീതിയിലുള്ള വികസന പദ്ധതികൾ നമുക്ക് കാണിക്കുവാൻ കഴിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ പാലായാണ് മോഡൽ എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് അത് കുറച്ച് പതുക്കെ പുറകോട്ട് പോയി. ഒരു മോഡൽ നിയമസഭാ മണ്ഡലമായി ഇന്ന് ഏറ്റുമാനൂർ മാറിയിരിക്കുകയാണ്. ഞാനിന്നെടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്.
4100 കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊരു അത്ഭുതം തന്നെയാണ് എന്ന്. ഈ പ്രദേശത്ത് നമുക്കറിയാവുന്ന പോലെ ഞാനങ്ങ് ജീപ്പയിൽ ഇരുന്നപ്പോൾ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. നമുക്ക് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തെയും ഒരു ഹബ്ബായിട്ട് നമുക്ക് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 1200 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആ മെഡിക്കൽ കോളേജിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ആഴ്ച തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ആ മെഡിക്കൽ കോളേജിൽ 20 പദ്ധതികളുടെ ഉദ്ഘാടനം നടത്താൻ പോകുന്നുവെന്ന്. മറ്റുള്ള ജില്ലക്കാരൊന്നും കേൾക്കണ്ട. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഹരമാണ്, എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ലോക്സഭയിലായിരുന്നപ്പോൾ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യം കോട്ടയം ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, അക്ഷര നഗരിയെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റണം എന്നുള്ള ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷെ ആ ലക്ഷ്യം ഏറ്റവും ആദ്യമേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ അതിരമ്പുഴയിലും മാന്നാനവും മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിയും അവിടെയുള്ള സ്കൂളുകളും കോളേജുകളും എല്ലാം എടുത്താൽ ഏതാണ്ട് 7000-ൽ പരം കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് കാണാൻ ഈ ജില്ലയിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്ന പദ്ധതികൾ പലപ്പോഴും ഇതിൻ്റെ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ മെയിൻ റോഡുകളൊക്കെ വിട്ടിട്ട്, പക്ഷെ ഒറ്റ റോഡ് പോലും BMBC ചെയ്യാത്ത ഒറ്റ റോഡ് പോലും എനിക്ക് കാണാനില്ല. എല്ലാം BMBC ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. അതിനേക്കാൾ പ്രധാനം, ഞാൻ ഉണ്ടായിരുന്നപ്പോൾ, ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അവിടെയുള്ള വ്യാപാരിയുടെ ആഗ്രഹമായിരുന്നു, അതിരമ്പുഴയിൽ ഉണ്ടായിരുന്ന അവിടെ ആ റോഡ് വൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നിസ്സാരമല്ല. എല്ലാവർക്കും 1 സെന്റ് 2 സെന്റ് 1/2 സെന്റ് വീതം, എനിക്ക് തോന്നുന്നു 10-40 പേരോളം ഉണ്ടായിരുന്നു. 55 പേരുടെ സ്ഥലമെടുക്കുക എന്ന് പറഞ്ഞ നിസ്സാരമല്ല. നോട്ടിഫിക്കേഷൻ, ഫോൺ നോട്ട് വന്ന് ഒരു പണി തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഇന്നൊരു ഹൈവേ പോലുള്ള വീതി കൂട്ടി ഇന്ന് അതിൻ്റെ ഒരു മനോഹരമായി തീർത്തിരിക്കുന്നു. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ പ്രദേശത്തിൻ്റെ ഈ നോളജ് ഹബ്ബാക്കി മാറ്റുവാൻ ഒരു തരത്തിൽ എന്നെ സഹായിച്ചത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും ആ യൂണിവേഴ്സിറ്റി സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ പാമ്പാടിയിൽ ആരംഭിച്ചു. കേന്ദ്ര പദ്ധതിയിൽപ്പെട്ട ഈ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെയാണ്, നമ്മൾ കൊണ്ടുവന്നതാണ്. അന്ന് ആദ്യമേ തുടങ്ങിയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ താമസിപ്പിക്കേണ്ടത് വന്നു, യൂണിവേഴ്സിറ്റിയിൽ താമസിപ്പിച്ചു. ഇന്ന് ഏതാണ്ട് 8-9 വർഷക്കാലമായി എല്ലാവർക്കും തൊഴിൽ ലഭിച്ചു പോയിരിക്കുകയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ ലില്ലയിൽ തന്നെ നമുക്ക് വലവൂരുള്ളത്. ഒരുപക്ഷെ നമുക്കൊന്നും അറിയില്ലായിരിക്കും, പലവർക്കും അറിയില്ല. 2500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്ന് സെന്റർ ഓഫ് എക്സലൻസ് ആയി 18 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കേന്ദ്രത്തിന്റെ MHRDയുടെ കീഴിലുള്ള ആ 18 ഈ രാജ്യത്തുള്ള സ്ഥാപനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ കോട്ടയം ജില്ലയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. കഴിഞ്ഞ ഒരു 1.5 മാസക്കാലം മുമ്പ് ആരും അറിയാതെ നമ്മുടെ ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഓടിയെത്തി. അത് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇത്രയും വിജയിച്ചത് എന്ന് പരിശോധിക്കാൻ. കാരണം അവർ ചിന്തിക്കുന്നത് BJPയുടെ സംസ്ഥാനത്ത് മാത്രമേ വിജയിക്കൂ എന്നുള്ളത്. അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ, നമുക്കറിയാം ഇന്ന് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ വികസന മുന്നേറ്റ ജാഥയിൽ പല കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു പോകും, പല പദ്ധതികളെ പറ്റി സംസാരിക്കും. പക്ഷേ
എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ പല പദ്ധതികൾ, റോഡുണ്ട്, പാലമുണ്ട്, കുടിവെള്ളമുണ്ട്, ഇപ്പോൾ ഗ്രാമീണ റോഡ് തൊട്ട് നാഷണൽ ഹൈവേ വരെയുണ്ട്, വാട്ടർ മെട്രോ തൊട്ട് ഇന്ന് വിഴിഞ്ഞം തുറമുഖം വരെയുണ്ട്, ഇന്ന് പ്രൈമറി സ്കൂൾ തൊട്ട് ഇന്ന് നമുക്ക് ഇൻഫോ പാർക്കുകൾ വരെയുണ്ട്, ഇന്ന് പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ വരെയുണ്ട്, അംഗൻവാടി മുതൽ ഇന്ന് മാനേജ്മെൻറ്റ് ഇന്ന് സ്ഥാപനങ്ങൾ വരെയുണ്ട്, ഇന്ന് ബസ് സ്റ്റാൻഡ് ടെർമിനൽ മുതൽ ഇന്ന് എയർപോർട്ടുകൾ വരെയുണ്ട്. ഏത് മേഖലയിലാണ് നമ്മൾ തൊടാതെ പോയിട്ടുണ്ട്? എല്ലാ മേഖലയും തൊടാതെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു റിസർച്ച് നടത്തിയപ്പോൾ പലരോടും ചോദിച്ചു, ഈ വികസനമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാളെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനതയ്ക്കുള്ള ആവശ്യം മാത്രമല്ല, ജനിക്കാൻ പോകുന്ന ആ ഭാവി ജനതയ്ക്ക് വേണ്ടിയുള്ള ഭൗതിക ആവശ്യങ്ങൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുക. അതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണെങ്കിലും ഏറ്റവും മനോഹരമായ പദ്ധതി എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ സർക്കാരും കൊണ്ട് എൻ്റെ കുടുംബത്തിന് എന്ത് പ്രയോജനമുണ്ടായി, എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതെടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഈ വികസന പദ്ധതിയിൽ ഞാൻ കാണുന്നത് ഏറ്റവും സുന്ദരമായ മനോഹരമായ ജനങ്ങളെ തൊട്ടു തലോടിയ വികസനം എന്ന് പറയുന്നത് അത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. ഞാനൊരു കണക്കെടുത്ത് ഇവിടെ നോക്കി. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ, ഈ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി മാത്രം ഞാൻ എടുക്കുകയാണ്, അവിടെ ആകെ പെൻഷൻ കൊടുക്കുന്നത് 5605 ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് ഇന്ന് പെൻഷൻ 2000 രൂപ വെച്ച് കൊടുക്കുകയാണ്. 5605 ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപ വീതം പല തരത്തിലുണ്ട്. വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, ഇങ്ങനെയുണ്ട്. ഇതെല്ലാവർക്കും കൊടുത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഈ സർക്കാർ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ക്ഷേമ പെൻഷനായിട്ട് എത്ര രൂപ കൊടുക്കുന്നുണ്ട്? ഇവിടെ കണക്കറിയാവുന്നവരൊക്കെ ഒന്ന് കൂട്ടിക്കൂ. 1,12,00,000 രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഓരോ മാസവും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്രയാണ്? ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇൻറ്റു 12, 1,12,00,000 ഇൻറ്റു 12, 13,45,00,000 രൂപയാണ്. 13,45,00,000 രൂപ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ. നമുക്കറിയാം, ഇവിടെ സാധാരണ രീതി പല സ്ഥലങ്ങളിലുമൊക്കെ 10 മണ്ഡലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ എത്രയാണ്? 7 മണ്ഡലമാണോ? ഇവിടെ 7 മണ്ഡലം. 7 മണ്ഡലമാണ് എന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഇപ്പോൾ നമുക്ക് 7 മണ്ഡലത്തിലൂടെ കൊടുക്കുമ്പോൾ 470 കോടി രൂപ ക്ഷേമ പെൻഷനായിട്ട് മാത്രം ഇവിടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു അല്പം ആശ്വാസം തന്നെയാണ്. ഇന്ന് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഈ നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 2500
90 വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞു. 2500 വീടുകൾ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ അപ്പനും അമ്മയും 2 കുട്ടികളുമെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടെങ്കിൽ എത്ര ആളുകൾക്കാണ്? ഏതാണ്ട് 10,000 ആളുകൾക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ അവരെ സുരക്ഷിതമായിട്ട് പാർപ്പിച്ചു എന്നുള്ളതല്ലേ? അവർക്ക് സുരക്ഷിതം കൊടുത്തു എന്നുള്ളതല്ലേ? ഈ അടുത്ത നാളിൽ സർക്കാർ വേറൊരു പദ്ധതി അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. നവംബർ 1-ാം തീയതി തൊട്ട് 30 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ യാതൊരു വേതനവുമില്ല, പെൻഷനുമില്ലാത്തവർക്ക് 1000 രൂപ വെച്ച് കൊടുക്കുവാനുള്ള തീരുമാനം. ഞാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പം അവിടെ പറഞ്ഞു 18 ലക്ഷം പേരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും കുറച്ച് ആശ്വാസം കിട്ടും. ഇപ്പം മന്ത്രിയുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ MP-മാരുടെ അടുത്തുനിന്നൊക്കെ രോഗം പിടിപെട്ട രോഗികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന്, ഇടത് സർക്കാരിൽ നിന്ന് അവിടെ ചികിത്സാ സഹായം അതൊക്കെ കയറി ഇറങ്ങിയിരിക്കും. 30,000, 50,000, 1 ലക്ഷം ഒക്കെ ആയിട്ട് എത്രയോ ആയിരക്കണക്കിന് ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റ് വികസനങ്ങളൊക്കെ മാറ്റി വെക്കട്ടെ, പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച സർക്കാർ എന്ന് പറയുന്നത് ഇടത് സർക്കാർ തന്നെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയ കാരണം നമുക്ക് ഇനി ഞാൻ സൂചിപ്പിച്ച പോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി എത്തേണ്ടതുമുണ്ട്. നമുക്കറിയാം, ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഒരു യുദ്ധത്തിലാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ കേന്ദ്ര സർക്കാരുമായി പോരാടുകയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ഈ കേരളം കുതിച്ചുയരുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയയാണ്. അതിനെ താഴോട്ടിറക്കണം, താഴോട്ട് ഞെരുക്കി ഞെരുക്കി ശ്വാസം മുട്ടിക്കണം. എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുന്നത്? ആ ശ്വാസം മുട്ടിക്കുന്നത് നമുക്കറിയാം, GST വഴി മുഴുവൻ ടാക്സും നമ്മൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടത് തിരിച്ചു തരണം. അവർ തരില്ല. വികസനം നടക്കാൻ പാടില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പാടില്ല. ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ നടത്തി വരുമ്പോൾ അവർ ഞെരുക്കിയാണ്, തരുന്നില്ല. അതിന് ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് ഈ പടിഞ്ഞാറൻ മേഖലയിലൊക്കെ നെൽകർഷകർ അവർ ബുദ്ധിമുട്ടുകയാണ്. നമുക്കറിയാം, നമ്മളത് 28 രൂപ 20 പൈസ സംഭരിക്കുന്നത് 1 കിലോയ്ക്ക് എന്നുള്ളത് 30 രൂപയാക്കി. പക്ഷേ ഇപ്പോൾ 3 ദിവസം മുമ്പ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ കേന്ദ്രം നെൽകർഷകർക്ക് നൽകുന്ന കിലോ 23 രൂപ 69 പൈസ അത് കേന്ദ്രം നൽകുന്നു. അത് പോരാ, നമ്മൾ സംസ്ഥാനം കൂടെ ഏതാണ്ട് 6 രൂപ 31 പൈസയും കൂടെ സംസ്ഥാനം കൂടെ ഇടിയാണ്. അപ്പോൾ എന്ത് പറഞ്ഞു? അവർക്ക് ജീവിക്കുവാൻ അല്ലെങ്കിൽ ന്യായമായ ഒരു വില നമുക്ക് കർഷകർ പോരാ, അതിൽ കൂടുതൽ കിട്ടേണ്ടതുമുണ്ട്. അപ്പോൾ കേന്ദ്രം പറയുകയാണ്, കേന്ദ്രം കൊടുക്കുന്നതല്ല അതിൻ്റെ മുകളിൽ 1 പൈസ പോലും സംസ്ഥാന സർക്കാർ കൊടുക്കാൻ പാടില്ല എന്ന് മിനിങ്ങാന്ന് ഓർഡർ ഇട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയിലേക്ക് പോകുന്ന സാധാരണക്കാരെ സർക്കാർ സഹായിക്കുമ്പോൾ അതിനെ ഞെരുക്കുക എന്നുള്ളതാണ്, ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് ആ പോരാട്ടം. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ബോധപൂർവം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എത്രയോ സമാധാനത്തോടുകൂടി നമുക്കിവിടെ ജീവിക്കുവാൻ കഴിയുന്നു. ആ സമാധാനത്തോടുകൂടി ജീവിക്കുമ്പോഴും ഇവിടെ വർഗീയ കലാപങ്ങൾ രൂപപ്പെടുത്തുവാനോ ശ്രമം നടത്തി. കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയെങ്കിലും ഒരാളും അല്ലെങ്കിൽ ഒരു മേഖലയിൽ പോലും തലപൊക്കാൻ അനുവദിച്ചില്ല. സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആരെങ്കിലും തലപൊക്കിയാൽ അന്നേരം തന്നെ അടിച്ചമർത്തും എന്നുള്ളത് കാരണമാണ്. പക്ഷേ പഴയകാല ചരിത്രം എടുത്തു നോക്കിയാൽ എത്രയോ കലാപം കേരള സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പൂന്തറ കലാപവും വിഴിഞ്ഞം കലാപവും മാറാട് കലാപവും അങ്ങനെ എത്രയോ കലാപങ്ങൾ ആരുടെ കാലഘട്ടത്തിലാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുരോഗതിയും ഈ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുമ്പോൾ അതിനെ തറക്കുവാൻ BJPയോടൊപ്പം ഇന്ന് UDF കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്.
ഈ സംസ്ഥാനത്തിൻ്റെ ഈ വിഷമം കാണുമ്പോൾ കേന്ദ്രം ചെയ്യുന്ന അവര് നോക്കുന്നത് ആങ്ങളെ ചത്താലും നാഥുവിൻ്റെ കരച്ചിൽ കാണണം, തകരണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നേതാക്കന്മാരുണ്ട് സംസാരിക്കുവാൻ. സ്നേഹിതരെ, നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഈ മണ്ഡലത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിനു മുമ്പ് താഴെത്തട്ടിലുള്ള അംഗൻവാടിയും അതുപോലെ തന്നെ കുടുംബശ്രീയും ഹരിതകർമ്മസേന ഇവരോടൊക്കെ സംസാരിക്കാറുണ്ട്, പ്രമുഖരോട് സംസാരിക്കാറുണ്ട്. എന്താണ് അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് വേണ്ടത്? അത് ദീർഘദൂരമുള്ള അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്ത് വേണം? ഇപ്പോൾ ഉള്ളതിൽ എന്താണ് പോരായ്മകളുള്ളത്? ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. ചില മേഖലകൾ നമ്മൾക്ക് തിരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് അടുത്ത 5 വർഷത്തേക്ക് നമ്മൾക്ക് തുടർഭരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പത്തനംതിട്ടയിൽ ഇതുപോലെ തന്നെ ഉജ്ജ്വലമായ ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ ജാഥ എന്ന് പറയുന്നത് പത്തനംതിട്ട ആറന്മുളയിൽ മാത്രമല്ല വിജയിച്ചിരിക്കുന്നത്. അവിടെയുള്ള സഖാക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സാക്ഷി നിർത്തി പറഞ്ഞത്, ഈ ജാഥ 100% കേരള സംസ്ഥാനത്ത് വിജയിച്ചിരിക്കുന്നു എന്നത് അതിൻ്റെ തെളിവാണ്. എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ആയിരങ്ങൾ അണിനിരന്ന ഈ ജാഥയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ആ കാഴ്ചപ്പാട്, രാഷ്ട്രീയം താഴത്തേക്ക് എത്തിക്കുവാൻ ഞങ്ങളാരും വിചാരിച്ചാൽ നടക്കില്ല. അത് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും അത് സംസാരിക്കുമ്പോൾ തീർച്ചയായും അതൊരോളമായി, ഒരു ട്രെൻഡായി, അത് ഇടതുപക്ഷമായി, ഇടത് സർക്കാരായി, 3ാം ഭരണമായി അത് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ടീമിനോടൊപ്പം വന്നിരിക്കുന്ന നേതാക്കന്മാർ എത്രയോ പേർ ദിവസങ്ങളായി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് തീർച്ചയായും അവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ പറഞ്ഞ ടീം അംഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്ക് വേണ്ടിയും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും സഖാക്കൾക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വീകരണമാണ്. അതോടെ കഴിഞ്ഞ ആളുകൾ പിരിയാവുള്ളൂ. സ്വീകരണത്തിന് അതിൻ്റെ പേര് വായിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് വി ജയപ്രകാശിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ജാഥ ക്യാപ്റ്റനെയും ക്ഷണിക്കുന്നു. ആദ്യം സ്വീകരിക്കുന്നത് സംഘാടക സമിതിയുടെ ചെയർമാൻ ആദരണീയനായ നമ്മുടെ MLAയും കേരളത്തിൻ്റെ അഭിമാനമായ മന്ത്രി സഖാവ് VN വാസവൻ ആദ്യം സ്വീകരിക്കുന്നു. സംഘാടക സമിതിയുടെ കൺവീനർ സെക്രട്ടറി സഖാവ് KN വേണുഗോപാൽ, സംഘാടക സമിതിയുടെ കൺവീനർ സഖാവ് KI കുഞ്ഞച്ചൻ, സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ ജോസ് ഇടവഴിക്കൻ, CPM ഏരിയ സെക്രട്ടറി സഖാവ് ബാബു ജോർജ്, LDF കൺവീനർ സഖാവ് MS സാനു, CPM ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ES ബിജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സഖാവ് ശ്രീ ജിം അലക്സ്, ജനതാദൾ ജനറൽ സെക്രട്ടറി ശ്രീ രാജീവ് നെല്ലിക്കുന്നൽ, CPM നീണ്ടൂർ ലോക്കൽ ഇലക്ഷൻ കമ്മിറ്റി സഖാവ് MS ഷാജി, KR സനൽ, PN സാബു, രതീഷ് രത്നാകരൻ, സിബി സെബാസ്റ്റ്യൻ, PK ഷാജി, ഷിബുകുമാർ, AK ആലിച്ചൻ, R പ്രമോദ് ചന്ദ്രൻ, PV പ്രദീപ്, PS വിനോദ്, TV ബിജോയ്, കുമരകം സഖാവ് ജോഷി, സഖാവ് KS സലിമോൻ, സഖാവ് മനോജ്, PN ഹരി, MS ചന്ദ്രൻ, KP ശ്രീനി, MD വർക്കി,
OR Pradeep, Sakhav BJ Lijish, CPI Sakhav PA Abdul Karim, Sakhav AP Salimon, Sakhav MK Premji, Sakhav Ani CM, Sakhav PT Shaji, Sakhav Robin Joseph, Sakhav Saji Pangambara, Sakhav Divagaran CG, Sakhav BGK Jacob, Sakhav ND Shajimon, TV Sabu, Sakhav Janaprati Sakhav Mini Manoj, Councillor, Etumar Councillor Sakhav Shaila Jaimon, Kerala Congress നേതാക്കന്മാരായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ബൈജു മാതിരമ്പുഴ, ബെന്നി തടത്തിൽ, മണി അമ്മഞ്ചേരി, അഡ്വക്കേറ്റ് CB വെട്ടൂർ, ജോഷി ഇലഞ്ഞിയിൽ, ഷീല തോമസ്, VC മത്തായി, VM റെക്സോൺ, ഷെമിൻ ജോസഫ്, രാജേഷ് ചാണ്ടി, NA മാത്യു പ്ലാത്തോട്ടം, ഫ്രാൻസിസ് സാലസ്, നിയോജകമണ്ഡല സെക്രട്ടറി ശ്രീ ജെയിംസ് പുളിക്കൻ, ശ്രീ ജിൻസ് കുര്യൻ, മുനിസിപ്പൽ കൗൺസിലർ ശ്രീ AB ജോർജ്, പഞ്ചായത്ത് മെമ്പർ ശ്രീ തോമസ് കോട്ടൂർ നീണ്ടൂർ, ജോയി പാറപ്പുറം, ജോമോൻ ഇരിപ്പക്കാടൻ, ജനതാദളിൻ്റെ രമേശ് കിടാച്ചിറ, VP സെൽവർ, അബ്ദുൾ ഷുക്കൂർ, സുരേഷ് ഷെട്ടിയാവീട്, സുരേഖ NS, അനിൽകുമാർ TR, മുരളി തകടിയേൽ കേരള കോൺഗ്രസ് B, CM ജലീൽ, ശരൺ മാടത്തേട്ടു, ശ്രീ ജീമോൻ, ശ്രീ സനോജ് സോമൻ, NCP നേതാവ് ശ്രീ രഘു ബാലരാമപുരം. മറ്റാർക്കെങ്കിലും സ്വീകരിക്കാനുണ്ടെങ്കിൽ മേലെ ഹാരാർപ്പണം ചെയ്യാവുന്നതാണ്. സംഘാടക സമിതിയുടെ ഭാരവാഹി അഡ്വക്കേറ്റ് VJ പ്രകാശ്